ഈ കല്ലുവെച്ച നുണ സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണ സിദ്ധി നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ടെന്ന് നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ എല്ലാവരും പഠിച്ച് പറയുന്ന ആൾ എന്ന് സ്വയം പറയുകയും എല്ലാവരാലും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി തന്നെയുണ്ട്. നേരത്തെ ഇരുന്ന കസേരയ്ക്കകത്തല്ല അദ്ദേഹം ഇരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേർന്ന പ്രതികരണമായിരുന്നില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത്. അദ്ദേഹം നിങ്ങളെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എവിടെ നിന്നാണ് ദേശാഭിമാനിയുടെ സോഴ്സ്? ദേശാഭിമാനിയുടെ സോഴ്സ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 5-ാം തീയതി ജൂൺ 5-ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അപ്പോൾ മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രമേ വായിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അതിന് മുൻപ് ജൂൺ 3-ന് വന്ന മാതൃഭൂമി പത്രമാണ്. ജൂൺ 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ്റാണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1-ന് തന്നെ ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1-ന് തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ, മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? 2, ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൺസെഷൻ കരാറിനകത്തുണ്ടല്ലോ, കരാറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചല്ലല്ലോ തർക്കം. ഓഹരി കൈമാറ്റത്തിൻ്റെ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് പ്രയർ പെർമിഷൻ എന്നാണ് 5(3) പറയുന്നത്. പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്ന ആളാണല്ലോ, മുൻകൂട്ടി അനുമതി വേണം എന്നാണ് അതിൻ്റെ ലളിതമായ മലയാളം. അപ്പോൾ മുൻകൂട്ടി അനുമതി ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവർ കൊടുക്കാൻ ആലോചിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ വരുന്നുള്ളൂ.